ശ്രീകുട്ടി ചേച്ചി, don't worry about it. I think last മാത്രം ഒന്ന് stuck ആയിപ്പോയി. But you managed well. At least thank God അവസാനമായിരുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. Shall we? ചിത്ര ചേച്ചി. ശ്രീകുട്ടി, കരയരുത്. എന്തിനാ കരയുന്നേ? ഞാൻ പേര് വിളിച്ചപ്പോഴേ കരയാൻ തുടങ്ങി. എന്ത് ചെയ്യും മോളെ? ഇല്ല, ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും. മോള് പഠിച്ചിരുന്നോ? പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നോ? മോൾക്കിന്ന് മെയിൻ പോയത് മുഴുവൻ സ്വരം പോർഷൻസ് ആണ്, മറന്നുപോയി. ഞാൻ പറയട്ടെ, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇടാതെ ഇടയ്ക്കൊരു ഒന്നോ രണ്ടോ ബാർ റെസ്റ്റ് എടുത്തിട്ട് പാടുന്നുണ്ട്, ഒരു തെറ്റുമില്ല. റിഹേഴ്സൽ ടൈമിലെല്ലാം ഓക്കെ ആയിരുന്നു. അല്ല, ഞാൻ ഇങ്ങനെ ഒരുപാട് റിസ്ക് എടുക്കാണ്ട് ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് ശ്വാസം എടുക്കണമെങ്കിൽ എടുത്തിട്ടൊക്കെ പാടാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നോണമെന്ന് ഒരു റൂളും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ആ ശ്വാസം മുട്ടലിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പാട്ടിനകത്ത്. ആദ്യത്തെ പിന്നെ ലോവർ നോട്ട്സ് പാടും. ആദ്യത്തെ ജഗദംബികയെ പാടിയില്ലേ, സവർണികാമൃത വീച്ചിട്ട് അവിടെ താഴെ എത്താൻ ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നി എനിക്ക്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കുറെ ശ്രുതിയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. രാധികയെ വരൂ, പൂന്തേൻ ചോരാനായി, നമ്മളെ വില്ലുവാദ്രി നാഥൻ 2-3 ഇതുപോലെ പ്രൊനൗൺസിയേഷൻ. ഭദ്രപീഠം അതിന് മോള് വേറെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വരം തുടങ്ങിയപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. അത് മോള് നേരെ പെട്ടെന്ന് മറന്നുപോയതാണോ? എന്താ പറ്റിയത്? നാക്കൊടക്കിപ്പോയോ? സാരമില്ല കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ സ്വരം പാടിയിട്ട് നേരെ മലർകളിൽ വന്ന് ആ ചേഞ്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. രസം ഉണ്ടായിരുന്നു അത്. പിന്നെ മോളെ നിർത്തിയത് ഒരു ഇംപ്രസീവ് ആയില്ല കേട്ടോ. അന്നോടെ കുട്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് പാടിയത് നന്നായിട്ട് അവസാനിക്കായിരുന്നു. ലാസ്റ്റ് തെറ്റിയതുകൊണ്ടാ. ശരി, സാരല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്നൊരു പാടി കേൾപ്പിക്കുന്നത് ലാസ്റ്റ് സ്വരം പോർഷൻ. താനം തപനം ഗാനം ഗമനം, താനം തപനം ഗാനം ഗമനം, യാനം യമനം മുഖരിതമേ, മൗനം പ്രണവമന്ത്രം, രിമഗരി സാനിധ പസാ സനിധ പരീരി സനി പഗാഗരി സരി സനി സനിധ നിധ പസാ സനിധ സനിധ നിധ പദ പമ പരീരി സനിധ സനി സനിധ നിധ പഗാഗരി സരി ഗരി സരി സനി സനിധ സനി സനിധ നിധ സനിധ നിധ പദ പമ. മോൾക്കിത് ഈ സ്വരം ആരെ സെറ്റ് ചെയ്തെന്ന് തന്നെ പാടിയതാണോ? സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. നല്ല താങ്ക് യു ചേച്ചി. ശരച്ച. ശ്രീകുട്ടി, ഓവർ സ്ട്രെയിൻ ചെയ്ത് കേട്ടോ നമ്മുടെ വോയിസ്. എപ്പോഴും അത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം ശബ്ദം. അത് വേറെ വിധമായിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലോ രജിസ്റ്റർ ഒന്നും കേൾക്കാണ്ടാവണേ. സൗപർണികാമൃത കേൾക്കാൻ പറ്റണം. മോള് കിടന്ന് സ്ട്രെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. രാധികേ വരൂ വരൂ നിലാവിൻ, അത് ശുദ്ധമായിട്ട് ചേർന്നിട്ടില്ല മോക്ക്. മനസ്സിലായോ? പൂന്തേൻ ചോരാറായി, അതും ചേർന്നിട്ടില്ല. അതുപോലെ ആ പെണ്ണിന് അതിന്റെ കൂടെ വന്നത് മോക്ക് 2 സ്ലിപ്പുണ്ട് ഒരേ ലൈനില്. മോക്കത് മനസ്സിലായോ? മനസ്സിലായി. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ, അതാണ് രാഗഭാവം. സത്യശിവ സൗന്ദര്യങ്ങൾ, അതൊരു വളരെ LKG ലെവലാ മോള് പാടിയത്. ഭദ്രപീഠമീ, അതിനൊരു അധികാര സ്വഭാവം വേണം പാടുമ്പോ കേട്ടോ മോളെ. മറന്നത് കുഴപ്പമില്ല, ശ്രുതി നമ്മൾ മറക്കുന്നവരെങ്കിൽ ശ്രുതി ചേരണം. അത്രേ ഉള്ളൂ ശ്രീകുട്ടി. താങ്ക് യു ശരച്ച. ശ്രീയേട്ട. ശ്രീകുട്ടി നന്നായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ഓഫ് സോങ്സ് എല്ലാം കൊള്ളാം. രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ശ്രുതി ശ്രദ്ധിക്കുക, അക്ഷര സ്ഫുടത വരുത്തുക. പിന്നെ ഇത്രയും പാട്ടുകളുണ്ട്, ഇത്രയും പാട്ടിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഇതിനകത്ത് പോകുന്ന ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് തോന്നിയ പറയുന്നത് ഈ താനം തപനം അത് പാടിയില്ലേ, ആ സ്വരത്തിൽ നിന്ന്
മറ്റേ ഒരു നിങ്ങൾ കമ്പോസ് ചെയ്ത സ്വരത്തിലോട്ട് മാറിയ ആ ഷിഫ്റ്റ് നന്നായിരുന്നു. പക്ഷെ എനിക്ക് ആ മുത്തായ്പ് കുറച്ചുകൂടെ ഒരു കളർഫുൾ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്തോ എവിടോ തീർന്നു. കുറച്ചൊരു ഗിമിക്സ് കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതാണല്ലോ. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം ഈ ഇങ്ങനൊരു മുത്തായ്പ വെച്ചിരിക്കുന്നത് തന്നെ ഇതെല്ലാം കൂടെ കൂട്ടമായിട്ട് വായിച്ചങ്ങോട്ട് ഒരു പെരിപ്പിക്കുന്ന ഒരു ഇറ്റ്സ് എ ഗിമിക്സ്. കണക്ക് വേറെ ഉണ്ട്, ഒരുപാട് കണക്കുകൾ ഇടാം. സാ നീ ദ പ മ പ ധ നി ധ എന്നൊക്കെ പറഞ്ഞ് കണക്കുകളിട്ട ആൾക്കാർക്ക് ഇംപ്രസീവ് ആവത്തില്ല. പക്ഷെ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. ആ ഇത് ഒരു വേന്ദ്രനാണ് പാടിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഒരു മുത്തായ്പ്, ഇതേപോലത്തെ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു റെഗുലർ ആയിട്ടുള്ള മുത്തായ്പ്, നല്ലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള മുത്തായ്പ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ എന്നെന്റെ ഒരു സജഷൻ. മോശമല്ല, നന്നായിട്ടുണ്ട്. ഓവറോൾ നന്നായിരുന്നു. കരഞ്ച് ഒഴയേണ്ട കാര്യമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ സംഭവിക്കും, വരേണ്ടത് വഴി തങ്ങത്തില്ല. ഇറ്റ് ഹാപ്പൻസ്, ഡോണ്ട് വറി. All the best. താങ്ക് യു ശ്രീയേട്ട. സതീഷ് ചേട്ടാ? ഞാന് വേറൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഈ ശരത് സാറ് നന്നായിരുന്നു മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ട്രെൻഡിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നന്നായിരുന്നു മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ, നന്നായിരുന്നു മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊള്ളാമായിരുന്നു മോനെ എന്ന് പറയുന്നില്ലേ, അത് കൊളമായിരുന്നു മോനെ എന്നാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് പലപ്പോഴും പറയുന്നത്. എന്താണെങ്കിലും മോള് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കാരണം മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അവസാനം ആ ടൈമിങ്ങിൽ കുറച്ച് സ്വരങ്ങൾ വിട്ടുപോയതാണല്ലോ ഇപ്പൊ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള ഒരു കാരണം അല്ലേ. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ടൈമിങ് ഭയങ്കര ടൈമിങ്ങിലായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കറക്റ്റ് ആയിരുന്നു. ഞാൻ ചോദിച്ചു ശ്രീയേട്ടനോട്, ശ്രീയേട്ടാ അതെന്താ പറയോ, ഞാൻ ഈ സ്വരങ്ങൾ അധികം പാടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ആയിപ്പോ, സുധീഷ് എത്ര മനോഹരമായിട്ട് പാടുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സനി സൈൻ എന്നൊക്കെ പറയുന്നത്. തന്നെ ആ അത് ചിത്ര ചേച്ചിക്കാണോ ചേച്ചി അല്ലേ? ഓരോരുത്തർ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറഞ്ഞ് അതിലൊരു സ്വയം ആനന്ദം കണ്ടെത്തുന്നതാണ്. അപ്പൊ ആനന്ദിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആനന്ദം പരമാനന്ദം. അല്ലെ അത് ഭാഷയുടെ സംഭവം പറയുകയാണെങ്കിൽ ഭാഷ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ നന്മയും മോശമില്ലേ. ഇപ്പൊ നമ്മള് വടക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, വടക്കെന്ന് പറഞ്ഞാൽ വളരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ വളരെ പണ്ട് ചെറുപ്പത്തിൽ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ബസ്സിലെ കണ്ടക്ടർ പറയുന്നത് കേട്ടാണ്. എന്താണെന്നറിയാം, ബൂം ബൂം ബാം ബാം കീം കീം. ഇതർത്ഥം മനസ്സിലായ ആർക്കെങ്കിലും മനസ്സിലായ? ആർക്കെങ്കിലും പിടികിട്ടിയ? ബൂം ബൂം ബാം ബാം കീം കീം. ബൂം ബൂം അതായത് വീഴും അതാണ് ബൂം ബൂം ആയത്. ബാം ബാം വേഗം കീ എന്ന് പറഞ്ഞാൽ കീയാൻ, ഇറങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഭാഷയ്ക്ക് നന്മയും തിന്മയും അതൊക്കെ അതിന്റേതായ എന്താ പറയാ ആ ലാളിത്യവും നന്മയും ഓരോ ഭാഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാധാരണ എല്ലാ മനുഷ്യർക്കും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടിനോട് നമുക്ക് എപ്പോഴും ഒരു കൂറുണ്ടാവും. തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാള് തന്നെ തിരുവനന്തപുരത്തിനെ കളിയാക്കി പറയുമ്പോ എനിക്ക് നമ്മുടെ ഭാരതത്തിനോട് സ്നേഹമില്ലാത്ത പോലത്തെ ഒരു മട്ട എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാടിനോട് നമുക്ക് എപ്പോഴും ഒരു കൂറും ഒരു സ്നേഹം ഉണ്ടാവണം. പിന്നെ എല്ലാ നാട്ടിനോടും തീർച്ചയായിട്ടും വേണം അല്ലെ, അതുണ്ടാവും. വേറൊരു കാര്യം കൂടെ ചിത്ര എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനൊക്കെ ഇരുന്ന് ഞാനൊരു ഹരിപ്പാട്ടുകാരനാണെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് ഹരിപ്പാടെന്ന് പറഞ്ഞാൽ അപ്പൂപ്പനും അച്ഛനും ഒക്കെ ഹരിപ്പാടൊക്കെ ആയിരുന്നു. ജനിച്ചത് എവിടെയാ? ഹരിപ്പാട് ഇവിടെ ഹരിപ്പാട്ടുകാരൊക്കെ ഇവിടെ എത്ര വയസ്സിൽ ഇങ്ങോട്ട് വന്നു? ട്രിവാൻഡ്രത്ത് വന്നിട്ട് എത്ര വർഷമായി? 2 വയസ്സിൽ. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാ? കൂറ് വേണ്ടത് എങ്ങോട്ടാണ്? സംഭവം ശരി. പക്ഷെ ചിത്ര പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചില്ലേ, കാരണം ചിത്ര എപ്പോഴും പറയാറുണ്ട്. അതായത് ത്യാഗരാജ സ്വാമികൾ വരെ എഴുതിയിട്ടുണ്ട് എന്തരോ, അതല്ലേ? എന്തരോ എന്നല്ല, തെലുങ്കിൽ എന്തരോ മഹാനുഭാവരു. ചിത്ര പറഞ്ഞില്ല അങ്ങനെ അന്തരിക്ക് വന്ദനം. അത് എന്തരോ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കൊന്നും പറയാനില്ല. അത് മര്യാദയ്ക്ക് തെലുങ്ക് പഠിച്ചവർക്ക് അത് മനസ്സിലാവും. ത്യാഗരാജ സ്വാമികൾ വരെ തിരുവനന്തപുരം ഭാഷ അംഗീകരിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല ട്രിവാൻഡ്രം ഭാഷ മോശമാണെന്ന്. ട്രിവാൻഡ്രം ഭാഷാക്കി അണ്ണാ ജയ്. അപ്പൊ കോംപ്രമൈസ് ആയില്ലേ? ഇത്ര ഉള്ളു കാര്യം. അപ്പൊ ഓക്കെ മോള് സൈക്കുട്ടി, വെൽ ഡൺ. താങ്ക് യു. ഔട്ട് ഓഫ് 30 ചിത്ര ചേച്ചി മാർക്കാണോ? മറന്നുപോയി. 25 മോളെ. 25. ശരത് സർ? 24 മോഡൽ. 24. ശ്വേത? 24.
24 and Sudesh Shetty out of 10. 7. 73 plus 7, 80. 80 മാർക്സ് ആണ് ശ്രീകുട്ടിയുടെ ഈ മാജിക് മിക്സിലെ ജഡ്ജസ് നൽകിയത്. മാർക്ക് വളരെ ലോ ആണ്. അപ്പോൾ ദയവേത് എനിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുക. ഫോർമാറ്റ് ISS സ്പേസ് ശ്രീകുട്ടി.